നമ്മളെന്ന് പറയാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. എത്ര ദിവസം കൊണ്ട് നമുക്കൊരു ബോഡി അച്ചീവ് ചെയ്തെടുക്കാം? എത്ര മാസം കൊണ്ട് നമുക്കൊരു ബോഡി അച്ചീവ് എടുക്കാം? എത്ര ദിവസം വേണ്ടി വരും? എങ്ങനെയൊക്കെ വേണ്ടി വരും? നമ്മളെ ഡ്രീം ഫിസിക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ജിമ്മിൽ പോകുന്ന ഫസ്റ്റ് ടൈം പോകുന്ന എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക ഡൗട്ടാണ് ഇത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ ചെയ്തിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ചാനൽ എനിക്ക് തുടങ്ങണം എന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ത് കണ്ടന്റ് ഇടുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് എന്താ പറയുക മനസ്സിൽ വന്നത്. അപ്പോൾ എനിക്ക് അധികം സംസാരിച്ച് പരിചയമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്ര സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തോ പറയണം തോന്നി. അതുകൊണ്ട് എന്താ പറയുക ചാനൽ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ ആണ്. ഇതെന്താവുന്നു നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയാൻ കരുതി. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ അത് ക്ലിയർ ചെയ്ത് വരാവുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഫിസിക് അച്ചീവ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളെ ഡയറ്റും കാര്യങ്ങളും ഹോം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ എന്താ പറയുക ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ എത്ര കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഒരു ഡ്രീം ഫിസിക് അച്ചീവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഒരു ഫിസിക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ടൈം ആവശ്യമുണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഡ്രീം ഫിസിക് ഉണ്ടാവില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിസിക്, അത് ഏത് തരത്തിലാണെന്നാണ് നോക്കിയിട്ടാണ് നമുക്ക് എത്ര മാസം, എത്ര കൊല്ലം, എത്ര മന്ത് എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളെ ഡ്രീം ഫിസിക് ചിലപ്പോൾ ചിലവർക്ക് ബോഡി ബിൽഡിംഗ്സിന്റെ മാതിരിക്ക് അധികം ബോഡി വേണ്ടി വരും, വലിയ വലിയ ബോഡി വേണ്ടി വരും. ചിലർക്ക് ഒരു അസ്തറ്റിക് ഫിസിക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും വേണ്ടി. ചിലർക്ക് ലീൻ ഫിസിക് ആയിരിക്കും വേണ്ടി, അതായത് അധികം മസിൽ മാസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ലീനായിട്ട് ആപ്സും പിന്നെ അത്യാവശ്യം ഷോൾഡറും ബൈസും ഒക്കെ വെച്ച് ആ ഒരു വി ഷേപ്പിൽ മാത്രം ഇങ്ങനെ അത്യാവശ്യം ഒരു ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബോഡി ആയിരിക്കും ആവശ്യം. ഇതിന് ബോഡി ബിൽഡിംഗ് കാറ്റഗറിയിലോട്ട് വരുമ്പോൾ അത് എന്തായാലും എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബോഡി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്യും. അപ്പോൾ അതിന് പക്ഷെ എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്താലും അതിനും ഇഷ്ടംപോലെ ടൈമും എഫേർട്ടും എടുക്കണം. ഒരിക്കലും നമ്മൾ അങ്ങനെ ഉള്ളവരെ കുറച്ച് കാണരുത്. അവര് നമ്മളെയും കാട്ടി എന്താ പറയാ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഉള്ളവരെ കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും. അവരുടെ ഒരു മേഖലയാണ്. അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ആസ്തറ്റിക് ഫിസിക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇതുണ്ടാവും, സൈസ് ഉണ്ടാവും. അതിൽ തന്നെ എന്താ പറയാ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, എൻഹാൻസിങ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതായത് സ്റ്റിറോയിഡ് പോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. എല്ലാണ്ടെയും നമുക്ക് എന്താ പറയാ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ടൈപ്പാണ് അസ്തറ്റിക് ഫിസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യം ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജനറ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. എനിക്കിപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത വീട്ടിലൊരുത്തൻ ജിമ്മിന് പോയി ഒരു മാസത്തെ 1 ഇയർ ആയപ്പോ ആ ബോഡി വൺ സെറ്റപ്പ് ആയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ അസ്തറ്റിക് ഫിസിക്കിന്റെ ഒക്കെ ഏകദേശം അടുത്തെത്തിയ ഒരു ബോഡിയായിരുന്നു. അപ്പൊ അത് കണ്ട് ഞാനും ഒരു കൊല്ലം കൊണ്ട് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയതാണ്. പക്ഷെ എനിക്കിപ്പോ 2 കൊല്ലം ആയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചൊരു ഫിസിക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു അസ്തറ്റിക് ഫിസിക്കിലോട്ട് എനിക്ക് വന്നത്. അപ്പോ ഇതിന് നിങ്ങൾ മനസ്സിലാക്കുക, ഓരോരുത്തരെ ഇത് എന്താ പറയാ ജനറ്റിക്സ് അനുസരിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും ബോറിംഗ് ജനറ്റിക്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ ബോഡി കണ്ടീഷൻ. ഞാനൊരു സ്കിന്നി ഫാറ്റ് ആയിരുന്നു, അതായത് പള്ളൊക്കെ ചാടിയിട്ട് പക്ഷെ സ്കിന്നിയാണ്. അങ്ങനെ ഒരു ഇതായിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് ഒന്ന് കയറി വരാൻ. പക്ഷെ എനിക്ക് എല്ലാവരും ചോദിക്കുക, ഈ ജിമ്മിന് പോണ അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 3 മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് കാണുമോ. അപ്പൊ എന്റെ അടുത്തൊരു ചങ്ങായി പോയാൽ തുടങ്ങി. അപ്പൊ അവൻ ചോദിച്ച ചോദ്യമാണ്, എനിക്ക് 3 മാസം കൊണ്ട് റിസൾട്ട് കാണുമോ എന്നൊക്കെ. അപ്പൊ ഞാനിതൊക്കെ വിചാരിച്ചിരുന്നു 3 മാസം കൊണ്ടൊക്കെ. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണുമോ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിസിക്കിലോട്ട് എത്താൻ കഴിയില്ലെങ്കിലും 3 മാസം കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങും. നിങ്ങൾ പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ വർക്കൗട്ടും കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ കഴിയും. അതിന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആസ്തറ്റിക് ഫിസിക് ആണെങ്കിലും ലീൻ ഫിസിക് ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിസിക്കിലോട്ട് 3 മാസം കൊണ്ട് എന്തായാലും എത്താൻ കഴിയുന്നില്ല. പക്ഷെ ഏകദേശം നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് ഒരു മാറ്റങ്ങൾ, അതായത് ഓരോരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ബോഡിയിൽ. അപ്പോൾ ആരും ഇതിൽ വെറിയിടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു 3 മാസം പ്രോപ്പറായി പോയി നോക്കുക. പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അഡിക്റ്റ് ആയി പോകും. എന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ അതേമാതിരിക്കായിരുന്നു. 3 മാസം കൊണ്ട് നിർത്താം, പിന്നെ ഹോം വർക്കൗട്ട് ആവാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്. പക്ഷെ പോയി തുടങ്ങിയപ്പോൾ എന്തോ ഒരു അഡിക്ഷൻ വന്നതായിരിക്കും ജിമ്മിനോട്. നമുക്ക് ജിം ഒരു ദിവസം ലീവാക്കിയാൽ എന്തോ എല്ലാം
പോയ പോലെ മസിലൊക്കെ പോയ പോലെ അതുപോലെ ആയിരുന്നു എനിക്ക് എന്റെ ഫീലിംഗ്. അപ്പൊ നിങ്ങൾ ജിമ്മിൽ പോവുക, ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് പോയി നോക്കുക. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളെ ഒപ്പം വന്ന ആള് ചിലപ്പോൾ നല്ലൊരു ജനറ്റിക്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല ബോഡി പോലെ ആ ടൈമിൽ തന്നെ അച്ചീവ് ചെയ്യും. എന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 ആളായിട്ടാണ് പോയത്. അതിൽ ഒരുത്തനക്ക് ഓൾറെഡി ഓന് ബോക്സർ ആയതുകൊണ്ട് നല്ല ബോഡി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തോന് കുറച്ച് നല്ല ജനറ്റിക്സ് ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു ഏറ്റവും കുറവ് ജനറ്റിക്സ് ഉള്ളത്. അതിൽ ബോക്സിങ്ങിന് പോണ ചെക്കൻ, അവന് ബോക്സിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജിം നിർത്തി. പക്ഷെ നല്ല ബോഡിന് വേണ്ടി ജിം നിർത്തി. അതുപോലെ തന്നെ മറ്റോന് കുറെ എൻ്റെ ഒപ്പം വന്ന്, പക്ഷെ ഓനക്കും താല്പര്യം കുറഞ്ഞു, ഓൻ നിർത്തി. പക്ഷെ ഏറ്റവും ബോറിംഗ് ജനറ്റിക്സ് ഉള്ള എനിക്ക്. പക്ഷെ ഞാൻ എന്തോ എന്തോ ഒരു ഇതില് അങ്ങനെ അങ്ങ് പോയി അഡിക്റ്റ് ആയി പോയി. പിന്നെ അങ്ങനെയാണ് പോയി. പക്ഷെ ഇപ്പോ ഇവരെയും കാട്ടി ഏറ്റവും കൂടുതൽ, അതായത് ഇവരെ ഇതിന്റെ അടുത്ത് പോലും ഇപ്പൊ എത്തൂല, അങ്ങനെ ബോഡി ഞാൻ അച്ചീവ് ചെയ്ത്. നിങ്ങളപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ട ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാനിപ്പം അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ, ചെറുതായിട്ടെങ്കിലും ഒരു ക്ലിയർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, എത്ര മാസം കൊണ്ട് എത്ര കൊല്ലം കൊണ്ടെന്നൊക്കെ. നിങ്ങൾക്ക് ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു ഏകദേശം പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ ഫോമൊക്കെ കളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1 ഇയർ കൊണ്ടൊക്കെ എന്തായാലും ഒരു ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കിലോട്ട് എത്തിപ്പെടും. അതായത് ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ ജനറ്റിക്സ് ആൻഡ് ഡ്രീം ബോഡി. ഓക്കെ. അപ്പോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു 1.5 കൊല്ലം കൊണ്ട് നിങ്ങൾ ഏകദേശം ആളെ അങ്ങ് മാറിപ്പോകും. എന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പണ്ടത്തെ കോലും ഇപ്പോഴത്തെ കോലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ഫേസേ മാറിപ്പോയി എന്ന് പറയും. എന്റെ പഴയ ആൾക്കാർക്ക് ചെക്കന്മാരൊക്കെ ഇങ്ങനെ കണ്ടാല് ആണ് മനസ്സിലാവണില്ല കേട്ടോ എന്ന് പറയും. അഞ്ചാതി മാറ്റം ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ എന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ കറക്റ്റ് ഡയറ്റും കാര്യങ്ങളും നോക്കുക. തളർത്താനും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ തളർത്താനും കാര്യങ്ങളൊക്കെ വരും. എന്റെ ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോ ഒന്നും കാണില്ലല്ലോടാ, ഒന്നും ഇല്ലല്ലോ എന്റെ മേത്ത്, ഈ എന്തിനാ പിന്നെ ജിമ്മ് പോണേ, എന്നും പോണ കാണാൻ, പക്ഷെ ഒന്നും ഇല്ലല്ലോ എന്റെ മേത്ത്, അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞതിന് ശേഷം എന്റെ എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. അതായത് ഓരോ മാസം ഞാൻ അങ്ങനെ അങ്ങനെ കയറി പോകുമായിരുന്നു. കാരണം ഒരു 3 മാസം 4 മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ഡയറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റായി വരില്ല. അതായത് നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ, ജിമ്മ് പോണതിന് മുന്നേ ചിന്തിക്കുമ്പോൾ ഒരു ഡയറ്റ്, വർക്കൗട്ട് പ്ലാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാ, എങ്ങനെ ഇതാവാനാ, അങ്ങനെ ആയിരിക്കും നമ്മളെ ഫീൽ. പക്ഷെ ഇതിലോട്ടാണ്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് കയറി പോകാൻ നമുക്ക്. അതായത് ഒരു വേറൊരു രീതിയിലോട്ട് നമുക്ക് കയറി പോവാം. ഇതിന്റെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കയറി പോയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പോകാൻ നോക്കുക. അപ്പോ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് വേണ്ട ഡയറ്റും കാര്യങ്ങളും വർക്കൗട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് തരാം. ഈ വീഡിയോന്റെ സപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്, അധികം പരിചയമൊന്നുമില്ല, നമുക്ക് സംസാരിച്ചാണ്ടൊന്നും കാര്യങ്ങളൊന്നും അധികം പരിചയമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയാ. പിന്നെ ഡയറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കലോറി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഡയറ്റ് തരാൻ. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കലോറി, മെയിൻ്റെനൻസ് പ്രോട്ടീൻ, കാർബ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. അതൊക്കെ കറക്റ്റ് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഏതൊക്കെ ഫുഡ് കഴിക്കാം, ഏതൊക്കെ ഫുഡിൽ എത്ര കലോറി ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ്.